ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. റെയ്സീന ഡയലോഗ് 11ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ്. സൈനിക നടപടികളിലൂടെ മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം 6ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 2027 സെൻസസിന്റെ ലോഗോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. റെയ്സീന ഡയലോഗിന്റെ 11ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ആഗോള രാഷ്ട്രീയം നിരവധി വെല്ലുവിളികളെ നേരിടുകയാണെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ലോകത്തെ നിയന്ത്രിച്ചിരുന്ന കാലം ഏതാണ്ട് അവസാനിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. പ്രായോഗികമായ വിദേശ നയമാണ് ഇന്ത്യ പിന്തുടരുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഭൌമ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമ്പത്തിക വെല്ലുവിളികളും 3 ദിവസത്തെ റെയ്സീന ഡയലോഗ് ചർച്ച ചെയ്യും. 110 രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സൈനിക നടപടികളിലൂടെ മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. പരിസ്ഥിതി, കുടിയേറ്റം തുടങ്ങി നിരവധി മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഫിൻലാൻഡും ഒപ്പുവച്ചു. ലോകം ഇന്ന് അസ്ഥിരതയുടെയും അനിശ്ചിതത്വത്തിന്റെയും കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് യുക്രൈൻ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. നയതന്ത്രത്തിലും നിയമവാഴ്ചയിലുമാണ് ഇന്ത്യയും ഫിൻലാൻഡും വിശ്വസിക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സഹകരണം ആഗോള സുസ്ഥിരതയെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. 2026 की शुरुआत में ऐतिहासिक भारत यूरोपियन यूनियन फ्री ट्रेड एग्रीमेंट हुआ. ये एग्रीमेंट भारत और फिनलैंड के बीच ट्रेड, इन्वेस्टमेंट और टेक्नोलॉजी सहयोग को और प्रबल करेगा. डिजिटल टेक्नोलॉजी, इंफ्रास्ट्रक्चर और सस्टेनेबिलिटी जैसे क्षेत्रों में भारत और फिनलैंड महत्वपूर्ण साझेदार हैं. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥ കൂടിയാണെന്ന് അലക്സാണ്ടർ സ്റ്റബ് ചൂണ്ടിക്കാട്ടി. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ഇന്ത്യയിലെത്തിയ ഫിന്നിഷ് പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. ഒമാൻ വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ഇന്ന് സംസാരിച്ചു. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ വേർപാടിൽ ഇന്ത്യയുടെ അനുശോചനം ഔദ്യോഗികമായി അറിയിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചു. എംബസിയിലെ അനുശോചന പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പുരേഖപ്പെടുത്തി. പശ്ചിമേഷ്യൻ സംഘർഷം 6ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം ശക്തമാക്കി. ഇറാനും മിസൈൽ, ഡ്രോൺ ആക്രമണം തുടരുകയാണ്. ലെബനീസ് സായുധ വിഭാഗമായ ഹിസ്ബുള്ളയും ഇറാന് പിന്തുണ അറിയിച്ച് രംഗത്തുണ്ട്. സംഘർഷം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരവെ അസർബൈജാനിലെ നഖ്ചിവാൻ വിമാനത്താവളത്തിന് സമീപം ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ആരോപണമുയർന്നു. 2 പേർക്ക് പരിക്കേറ്റതായി അസർബൈജാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തടഞ്ഞതായും US എംബസിയുടെ സമീപത്തു നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചതായും ഖത്തർ അറിയിച്ചു. സൌദി അറേബ്യയും UAEയും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ യുദ്ധക്കപ്പലിനു നേരെ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ശ്രീലങ്കൻ തീരത്തിന് സമീപം നടന്ന ആക്രമണത്തിൽ 87 നാവികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിലെ ഡിമോണ ആണവ കേന്ദ്രം ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിലും ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. സംഘർഷം എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് അബുദാബിയിലെ ഇന്ത്യൻ എംബസി.
മേഖലയിലെ അസാധാരണമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പതിവ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പരിമിതമായ രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാത്ത വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ഈ വിമാന സർവീസുകൾ പ്രയോജനപ്പെടുത്താമെന്ന് എംബസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെക്കുറിച്ച് സംഭാഷണം നടത്തി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും എത്രയും വേഗം പുനഃസ്ഥാപിക്കുന്നതിനായി യോജിച്ച് പ്രവർത്തിക്കണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ SS സന്ധു, വിവേക് ജോഷി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കൊച്ചി വിമാനത്താവളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അദ്ദേഹത്തെ സ്വീകരിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. എറണാകുളത്തെ ദർബാർ ഹാൾ മൈതാനം ശ്രീ ഗ്യാനേഷ് കുമാർ ഇന്ന് സന്ദർശിച്ചു. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ബീഹാർ മുഖ്യമന്ത്രിയും JDU നേതാവുമായ നിതീഷ് കുമാർ, BJP ദേശീയ പ്രസിഡന്റ് നിതിൻ നബീൻ, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി തുടങ്ങിയ പ്രമുഖർ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഈ മാസം 9 പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി. മാർച്ച് 16 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം തന്നെ ഉണ്ടാകും. 2027 സെൻസസിന്റെ ലോഗോ അനാച്ഛാദനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജനസംഖ്യാ കണക്കെടുപ്പിനായുള്ള 4 ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കഴിഞ്ഞ ജൂൺ 16 2027 സെൻസസ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2 ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസ് പ്രക്രിയയിൽ ഇതാദ്യമായി ഡിജിറ്റൽ രീതിയിലാണ് വിവരശേഖരണം നടത്തുന്നത്. ഈ വർഷത്തെ ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യയുടെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് അവലോകനം ചെയ്തു. 40-ലധികം കായിക ഇനങ്ങളിലായി 700-ലധികം ഇന്ത്യൻ അത്ലറ്റുകൾ ഏഷ്യൻ ഗെയിംസിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് ഗെയിംസ് നടക്കുന്നത്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 73 റൺസ് എന്ന നിലയിലാണ്. അഭിഷേക് ശർമ്മ 9 റൺസിന് പുറത്തായി. സഞ്ജു സാംസണും ഇഷാൻ കിഷനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. നേപ്പാൾ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകുന്നേരം 5-ലാണ് സമാപിച്ചത്. പ്രതിനിധി സഭയിലെ 165 സീറ്റുകളിലേക്ക് 3400-ലേറെ സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വെല്ലുവിളികൾക്കിടയിലും സാധാരണക്കാർക്കായി ക്ഷേമ പദ്ധതികൾ എത്തിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന പരിപാടിയിലാണ് അദ്ദേഹം അഭിപ്രായം പങ്കുവച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശ്വാസം പകരുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രധാന പങ്കുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അവധാനതയോടെ നൽകണമെന്നും മാധ്യമ മേധാവികളുടെ ഓൺലൈൻ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകളിൽ അതിശയോക്തി കലർത്തുന്നത് പ്രവാസികളെയും കുടുംബങ്ങളെയും പല രീതിയിൽ ബാധിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. റെയ്സീന ഡയലോഗ് 11ാം പതിപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ നിർവഹിച്ചു. ലോകക്രമം നിശ്ചയിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് മുഖ്യപ്രഭാഷണത്തിൽ ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്പ്. സൈനിക നടപടികളിലൂടെ മാത്രം ഒരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം 6ാം ദിവസവും അതിരൂക്ഷമായി തുടരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 2027 സെൻസസിന്റെ ലോഗോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനാച്ഛാദനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തി. ICC T20 ക്രിക്കറ്റ് ലോകകപ്പ് 2ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.